അങ്ങനെ നമ്മൾ ജംഗിൾ സഫാരിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗുജറാത്തിലെ ദേവാലിയ എന്ന് പറയുന്ന പാർക്ക്, അതായത് മുത്തങ്ങ പിന്നെ ബന്ദിപ്പൂരൊക്കെ പോലെ ബസ്സിലോ ജീപ്പിലോ ഒക്കെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് സിംഹത്തെ കാണിക്കുന്ന പരിപാടി. നമ്മുടെ നാട്ടിൽ സിംഹം കാണില്ല, പക്ഷേ ഇവിടെ ഗിർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഇതിനുള്ളിൽ സിംഹത്തെ കാണിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഫുഡ് കോർട്ട് ഇവിടെ ഫുഡ് കോർട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് ജീപ്പുകൾ. ഇതായിരിക്കണം ജംഗിൾ സഫാരി കൊണ്ടുപോകുന്ന ജീപ്പുകൾ. 1 മണിക്കൂറാണ് ജീപ്പിൻ്റെ പരിപാടി. ബസ്സാണെങ്കിൽ 1/2 മണിക്കൂർ. ഇപ്പോൾ 17 കിലോമീറ്റർ വിട്ട് തിരിച്ചെടുക്കുക വെറുതെ അല്ല. ഗിർ ഇൻട്രസ്പെക്ടേഷൻ സോൺ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. കണ്ടോ, സിംഹത്തിൻ്റെ ഒരു കവാടം, മാൻ്റെ ഒരു കവാടം എല്ലാം കൂടി കാണിക്കണം. അടിപൊളി ബസ്സാണ് അല്ലേ, പച്ച. ഇൻഫർമേഷൻ എല്ലാം ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട്. എന്താ ഇവിടെ ഇൻഫോ ഡെസ്ക്. നല്ലൊരു അടിപൊളി ബസ് കാണുന്നുണ്ട്. വരുന്നു. ഈ ബസ്സിലായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുക. നല്ല അടിപൊളി ബസ്സാണ്, തിളങ്ങുന്നുണ്ട്. ഐറ്റംസ് മെയ്ഡ് അപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ഹാസ് ബീൻ പ്രൊഹിബിറ്റഡ് ഇൻ ദ ഗിർ നാഷണൽ പാർക്ക് ആൻഡ് സാങ്ച്വറി. പ്ലാസ്റ്റിക് കൊണ്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ബാൻ ചെയ്തിട്ടുണ്ട്. ബസ് നമ്മൾ കണ്ട ബസ്സൊന്നുമല്ല. പിന്നെയും ഒരു 6-7 ബസ്സുകൾ വേറെയും കണ്ടോ ഗാരേജിലുണ്ട്. പിന്നെ ഒരു വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട് മേലെ കയറിയിട്ട്. അത് നമുക്കൊന്ന് കയറി നോക്കാം സമയം കിട്ടുമ്പോൾ. പിന്നെ അതേപോലെ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയകൾ എല്ലാം ഉണ്ട് ഇവിടെ. ശേഷം കുഴപ്പമില്ല, നല്ല വൃത്തിയും നല്ല സ്റ്റാൻഡേർഡും തോന്നിക്കുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ. സമയം 2:36. അപ്പോൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നവരൊക്കെ 2:30 മുതൽ ഇതാ കണ്ടോ, അവിടെ ക്യൂ ഉണ്ടോ, ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തവരൊക്കെ വെയിറ്റ് ചെയ്യാൻ 3 മണി വരെ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. രാജാവ് നമ്മളെ ഇൻഫർമേഷൻ ഡെസ്കിലേക്ക് പോയിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്, പോസ്റ്റാണോ, 3 മണിക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ എന്ന്, എന്താണ് നമ്മുടെ പ്രൊസീജിയർ എന്നുള്ള അറിയില്ലല്ലോ. ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനാവുമ്പോൾ എന്തോ. അപ്പോൾ രാജാവ് പോയി ചോദിച്ചു. അപ്പോൾ പുറകിലെന്തോ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ബസ് നമ്പറും സീറ്റ് നമ്പറും എടുക്കണമെന്ന്. അപ്പോൾ രാജാവ് അതിൻ്റെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ. ഈ ചൂടത്തും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഡ്രൈവറൊക്കെ റെഡി ആയിരിക്കുകയാണ്. 2 ബസ്സേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിൽ ഒരു 5-6 ബസ്, ഒരു 6-ലധികം ബസ് ബാക്കിൽ വെയിറ്റിംഗ് ആണ്. നല്ല സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം ശരിയായെന്ന് പറഞ്ഞ് രാജാവ് വിളിച്ചിട്ടുണ്ട്. രാജാവ് ഇതാ നടന്ന് പോവാണ്. ബസ്സുകളൊക്കെ ഇതാ റെഡിയായി കണ്ടോ. പോയി നോക്കാം ഏതാണ് ബസ്, സീറ്റ് നമ്പറൊക്കെ ഏതാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്കൊരു അടിപൊളി സീറ്റിനെ കിട്ടുന്നുണ്ട്, സൈക്കിൾ സീറ്റ്. രാജാവ് ബാക്കിലുണ്ട്. നല്ല വ്യൂ ആയിരിക്കും ഇവിടുന്ന് കേട്ടോ.
ഒരു 4 സിംഹത്തിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ കാണിച്ചു തരട്ടോ. നമുക്ക് ഈ ഗിർ വനത്തിൻ്റെ ഒരു മേലെ നിന്നുള്ളൊരു വ്യൂ, അതിൻ്റെ വാച്ച് ടവറാണ് ഈ കാണുന്നത്. നമുക്ക് അതിൻ്റെ മേലെന്ന് ഒന്ന് കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ടത്. കാരണം നമ്മളിതിന് മുമ്പ് നമ്മളെ സൈലൻറ്റ് വാലിയിൽ പോയപ്പം ഇതേപോലെ ടവറിൻ്റെ മേലെ കയറിയിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു, രക്ഷയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതേപോലെയുള്ള ഒരു വ്യൂ കിട്ടുമോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര വലിയ ടവറാണ്, കണ്ട മേലേക്ക് തന്നെ കയറണം. കയറി പോകണം. ഒരു നോർമൽ വ്യൂ ആണ് കേട്ടോ, നോർമൽ വ്യൂ. അവിടെ ഒരു മല കുന്നെന്തോ കാണാനുണ്ട്, വലിയ വ്യൂ ഒന്നും കാണുന്നില്ല. അങ്ങനെ നമ്മൾ ദേവാലിയ നാഷണൽ പാർക്കിനോട് വിട പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുള്ളിലെല്ലാം പോയി ഒരു 2-3-4 സിംഹത്തിനെയും കുറച്ച് പുലികളെയും പിന്നെ മാനിനെയൊക്കെ കണ്ടു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ രാജ്കോട്ടിലേക്കാണ് പോണത്. ഏകദേശം ഇവിടുന്ന് 150 കിലോമീറ്റർ പോകണം രാജ്കോട്ടിലേക്ക്. രാജ്കോട്ടിൽ പോയിട്ട് നമ്മളെ രാജാവിൻ്റെ വണ്ടി അവിടെ സർവീസിന് കൊടുക്കണം. നമ്മൾ ചെറിയ ബ്രേക്ക് എടുത്താണ്ടോ, പക്ഷേ ഏറ്റവും ഭയങ്കര സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഓപ്പോസിറ്റ് കാണുന്നത് ശരിക്കും കാടാണ്. കണ്ടോ, റോഡിൻ്റെ ഒരു വശം കാടാണ്, പുലികളും അതേപോലെ സിംഹമൊക്കെ ഉള്ള കാടാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് കണ്ടോ വീടുകളും അതുപോലെ പള്ളികളും പിന്നെ ഒരു കടയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കടയുടെ മുന്നിലൊക്കെ അതേപോലെ ഇരിക്കാനുള്ള സ്ലാബുകളുണ്ട്, എല്ലാം ഉണ്ട് കണ്ടോ. പക്ഷേ ഏറ്റവും വലിയ എന്താ പറയുക ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർ മനസ്സമാധാനത്തോടു കൂടി അവർക്ക് ഇരിക്കാൻ പറ്റണമെന്നാണ്. കാരണം ഇപ്പം കടക്കാരോട് ചോദിച്ചപ്പോഴും കടക്കാരൻ പറഞ്ഞ് ഏകദേശം എല്ലാ ദിവസവും സിംഹം ഇവിടെ ഇറങ്ങാറുണ്ട്. നമ്മൾ പിന്നെ വീഡിയോയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കോഴിയെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു മനുഷ്യനിങ്ങനെ ഒരു സിംഹത്തിനെ ഇങ്ങനെ കളിപ്പിക്കുന്നൊരു സംഭവം. അപ്പം ഈ ഏരിയ ആണ് അതൊക്കെ കണ്ടോ. ശരിക്കും ഇവിടെ ഇങ്ങനെ പേടിയില്ലാതെ താമസിക്കുന്നവരൊക്കെ സമ്മതിക്കണമല്ലേ. അപ്പോൾ റോഡിൻ്റെ ഒരു ഭാഗം നിറയെ കാടുകളാണ്. ഓക്കെ, കണ്ടോ, ഒരു ഭാഗം കംപ്ലീറ്റ് കാടുകളാണ്. പക്ഷേ മറുഭാഗം വരുന്നത് കൃഷി, എന്തൊക്കെയോ കൃഷിയുടെ ഒരു പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ കംപ്ലീറ്റ് അങ്ങനെയാണ്. ഒന്നുകിൽ റോഡിൻ്റെ 2 സൈഡിലും കൃഷികളായിരിക്കും, അല്ലെങ്കിൽ റോഡിൻ്റെ 2 സൈഡിലും ഒരു സൈഡിൽ കാടായിരിക്കും, ഒരു സൈഡിൽ കൃഷിയായിരിക്കും. അങ്ങനെയാണ് വരുന്നത്. എന്തിൻ്റെ കൃഷിയാണെന്നുള്ളത് അറിയില്ല, എന്തോ ഒരു കൃഷിയാണിത്. കണ്ടോ, എന്തിൻ്റെയോ കൃഷിയാണിത്.
അപ്പം വന്യമൃഗങ്ങൾ വരാതിരിക്കാനും അല്ലെങ്കിൽ പിന്നെ ശല്യപ്പെടുത്താതിരിക്കാനും കൃഷി നശിപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു കമ്പിവേലി കെട്ടിയിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ കുറേ പഴയ സാരികളെല്ലാം വിരിച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ശരിക്കൊരു ഗ്രാമമാണ്, ഒരു നമ്മളെ കാടിനോട് ചേർന്നുള്ള. അപ്പോൾ നമ്മൾ അടുത്ത ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ജുനാഗഡ് എന്നാണ്. ജുനാഗഡിൽ നിന്ന് നമ്മുടെ രാജ്കോട്ടിലേക്ക് ഏകദേശം ഇനിയും ഒരു 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു വലിയ സിറ്റിയാണ്. സിറ്റിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് ഇതിപ്പോൾ സിറ്റി നമ്മൾ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണിത്. അത്യാവശ്യം ഒരു വലിയൊരു സിറ്റിയാണ് കേട്ടോ.